ന്യൂസ് റൂം ലൈവ് തുടരുന്നു. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ആക്രമണം നടന്ന എലത്തൂരിലാകും ഷാരൂഖിനെ ആദ്യം ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കുക. ഷാരൂഖ് ആദ്യം ട്രെയിൻ ഇറങ്ങിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പെട്രോൾ പമ്പിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അശ്വിൻ വല്ലത്തുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ തെളിവെടുപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഷൊർണൂരിലേക്ക് എത്തുകയാണ്. ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും പ്രധാനമായും തെളിവെടുപ്പ് നടക്കുക? രേണുക, എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസ് ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇന്ന് തന്നെ അന്വേഷണം NIAക്ക് കൈമാറും എന്നുള്ള നിലക്കുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് തന്നെ NIAക്ക് അന്വേഷണം കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. അതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ ഈ IG, ഉത്തരമേഖല IG നീരജ് ഗുപ്ത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ AR ക്യാമ്പിൽ, മാലൂർ കുന്നിലെ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാൾ ഷാരൂഖ് സൈഫിയെ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരും. തെളിവെടുപ്പിനായി ഷൊർണൂരിലേക്ക് ഇയാളെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് ഷൊർണൂരിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കും. എലത്തൂരിലെ തെളിവെടുപ്പും ഇന്ന് തന്നെ ഉണ്ടാവും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇന്ന് അന്വേഷണം കൈമാറാനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. മാത്രമല്ല, ഒരു അന്വേഷണ റിപ്പോർട്ട്, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം NIAക്ക് കൈമാറും. ഇങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇനിയൊരു പക്ഷേ ഇക്കാര്യത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇന്നിപ്പോൾ സമയം ഉച്ചയായിരിക്കുന്നു. ഷൊർണൂർ വരെ, ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂർ സമയം ഷൊർണൂർ വരെ എത്താനെടുക്കും. അങ്ങനെയെങ്കിൽ എലത്തൂർ ഒരു പക്ഷേ ഇന്ന് ഒഴിവായേക്കും. എലത്തൂരിലെ തെളിവെടുപ്പ് ഇന്നൊരു പക്ഷേ ഒഴിവായേക്കും. പക്ഷേ ഇന്ന് തന്നെ ഷൊർണൂരിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ഷൊർണൂരിൽ ഇയാൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ പെട്രോൾ വാങ്ങിയ പമ്പ്, അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഇയാൾ പെട്രോൾ വാങ്ങിയ പമ്പ്. ഇവിടെയൊക്കെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പുലർച്ചെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഇയാൾ ഏതാണ്ട് 14 മണിക്കൂറോളം സമയം അവിടെ ചെലവിട്ടിട്ടുണ്ട്. ഇത്രയും സമയം അയാൾ അവിടെ എന്ത് ചെയ്തു? അയാൾക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ സൂചനകൾ അവിടെ നിന്ന് ലഭിക്കാനുണ്ട്. തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇയാൾ അന്വേഷണ സംഘവുമായി ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സാധാരണ ഉണ്ടാവാറുള്ള ബ്രീഫിംഗ് പോലും അന്വേഷണ സംഘം ഒഴിവാക്കിയത്. കാര്യമായ പുരോഗതി ഇയാളുടെ ചോദ്യം ചെയ്യലിൽ ഉണ്ടാവുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും വഴിത്തിരിവ് ചോദ്യം ചെയ്യൽ ഉണ്ടായതിനു ശേഷം തെളിവെടുപ്പ് നടത്താം എന്നുള്ള നീക്കത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണ സംഘം. പക്ഷേ ഈ തരത്തിൽ അന്വേഷണവുമായോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായോ ഷാരൂഖ് സൈഫി സഹകരിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇന്നലെ തന്നെ ഇയാളെ കണ്ണൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തുടർന്ന് ഇന്ന് ഷൊർണൂരിലെ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയാക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ NIAക്ക് ഈ അന്വേഷണം കൈമാറുന്നതിന് മുൻപുള്ള സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ഒരു ഒരുക്കത്തിലാണ്. NIAക്ക് അന്വേഷണം കൈമാറുന്നതിന് മുൻപുള്ള ഒരു സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, അതേപോലെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, തെളിവെടുപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര റിപ്പോർട്ട് അന്വേഷണ സംഘം NIAക്ക് കൈമാറും. അതിനു മുന്നോടിയായിട്ട് ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ശരി, ഏതായാലും ഷൊർണൂരിലെ തെളിവെടുപ്പാണ് ഇന്ന് ഷാരൂഖ് സൈഫിയുമായി നടക്കുക. അശ്വിൻ വല്ലത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത്